നമസ്കാരം. രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണി. പരിവാഹൻ സൈറ്റിൽ വരെ തിരിമറി. ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനം കടത്തുന്നത് വൻ തട്ടിപ്പ് സംഘമാണ്. സൈന്യത്തിന്റെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. വാഹനങ്ങൾ കടത്തുന്നതിന്റെ മറവിൽ സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നതായും സംശയമുണ്ട്. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയവരിൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഖേദകരം. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ചെന്ന പരാതിയിൽ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ദുൽഖറിന്റെയും അമിത്തിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ നുംഖൂറിൽ സംസ്ഥാനത്ത് പരിശോധന നടന്നത് 30 ഇടങ്ങളിൽ. തട്ടിപ്പുകാർ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയെന്നും കസ്റ്റംസ്. Artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ. ഇതിഹാസ നടനെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വീകരിച്ച് വിജയരാഘവനും ഉർവശിയും ഉൾപ്പെടെ 5 മലയാളികൾ. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമർപ്പിച്ചു. കമ്മീഷന്റെ തീരുമാനം നിർണായകം. ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN-ന് പ്രസക്തിയില്ലെന്നും ലോകത്തിന് നേതൃത്വം നൽകേണ്ടത് അമേരിക്കയെന്നും ട്രംപ്. 7 മാസങ്ങളിൽ 7 യുദ്ധം അവസാനിപ്പിച്ചെന്ന അവകാശവാദം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്നും ട്രംപ്. H-1B വിസയ്ക്കുള്ള ഫീസ് വർധനവിൽ ആരോഗ്യമേഖലയ്ക്ക് ഇളവുണ്ടാകുമെന്ന് സൂചന. സംസ്ഥാനത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനൊരുങ്ങി CPM. തിരുവനന്തപുരത്തും കോഴിക്കോടും സമ്മേളനം നടത്തും. പലസ്തീൻ അംബാസിഡർ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് MBBS സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച ആരോഗ്യ സർവകലാശാല. 500 സീറ്റുകൾ കൂടി അധികമായി അനുവദിച്ചു. സീറ്റുകൾ അനുവദിച്ചത് സംസ്ഥാനത്തെ 7 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായി. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ മുൻകൂർ ജാമ്യം തേടി 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ. നീക്കം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ. അർജന്റീന ഫുട്ബോൾ ടീം നവംബർ 15-ന് കേരളത്തിലെത്തും. സൗഹൃദ മത്സരത്തിൽ എതിരാളി ഓസ്ട്രേലിയ. കായിക മന്ത്രിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി അർജന്റീന ടീം പ്രതിനിധി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ പ്രസിഡന്റായ വലിയശാല ഫാം ആൻഡ് ടൂർ സഹകരണ സംഘം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്നും ക്രമക്കേടുകൾ നടന്നെന്നും സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. അനിൽകുമാറിന്റെ മരണവും സാമ്പത്തിക തട്ടിപ്പും കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സ്റ്റോറി ഓഫ് ദ ഡേ. കഴിവിൽ കലയിൽ അനുഗ്രഹം തേടി. ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും 36 വാഹനങ്ങൾ പിടികൂടിയതായി കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്നും അതിർത്തി വഴി വാഹനം കടത്തിയ സംഘത്തെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനക്കടത്ത് കണ്ടെത്തിയത്. നടന്മാരായ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിന്റെയും കൈവശമുണ്ടായിരുന്ന വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്.
രാജ്യവ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായാണ് കേരളത്തിൽ നിന്നും വാഹനങ്ങൾ പിടികൂടിയത്. ഭൂട്ടാനിൽ നിന്നും അതിർത്തി കടത്തി വ്യാജരേഖയുണ്ടാക്കി വിൽപ്പന നടത്തിയ വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തവ. വില കൂടിയ വാഹനങ്ങളാണ് എല്ലാം. മാസങ്ങൾക്ക് മുൻപ് വാഹനം കടത്തുന്ന സംഘത്തെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനക്കടത്തിന്റെ ചുരുളഴിയുന്നത്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന ആയിരിക്കാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇല്ലീഗലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം 150 മുതൽ 200 വരെ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയതായി കണ്ടെത്തിയിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. ഇതിനായി പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമത്വം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമി, എംബസികൾ എന്നിവയുടെ വ്യാജരേഖകളും വാഹനക്കടത്ത് സംഘം തയ്യാറാക്കിയതായാണ് കണ്ടെത്തൽ. കേരളത്തിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങളിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും കൈവശമുണ്ടായിരുന്ന വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വാഹനം വാങ്ങിയിട്ടുള്ള പലരും ഈ ഇടപാടിനെ കുറിച്ച് അറിഞ്ഞു തന്നെയാണ് വാഹനം വാങ്ങിയിട്ടുള്ളതെന്ന് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് പറഞ്ഞു. ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യാൻ ഉടൻ സമൻസ് നൽകും. അമിത് ചക്കാലക്കലിനെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. എന്റെ വണ്ടി എന്റെ അവകാശം, അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിന്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഓൺലൈനിൽ MVD വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ ചെയ്തത് ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പേരിട്ടായിരുന്നു കസ്റ്റംസ് പരിശോധന. ഭൂട്ടാൻ ഭാഷയിൽ നുങ്കൂർ എന്നാൽ വാഹനമെന്നാണ് അർത്ഥം. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി മലപ്പുറം വെട്ടിച്ചിറയിലെ യൂസ്ഡ് കാർ ഷോറൂമിൽ കസ്റ്റംസ് പരിശോധന നടത്തി. 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. CHKA രജിസ്ട്രേഷനിലുള്ള 2 XUV വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. ടൊയോട്ട പ്രാഡോ, ലാൻഡ് ക്രൂയിസർ എന്നീ വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. നിയമപരമായാണ് വാഹനം കച്ചവടം ചെയ്യുന്നതെന്നും രേഖകൾ നൽകി വാഹനങ്ങൾ പുറത്തിറക്കുമെന്നും ഉടമ പറഞ്ഞു. മലയാളത്തിന് അഭിമാന നിമിഷം സമ്മാനിച്ച് ചലച്ചിത്ര മേഖലയിലെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രിയപ്പെട്ട മോഹൻലാൽ ഏറ്റുവാങ്ങി. ഭാവപ്രകടനങ്ങളിലൂടെ സമ്പൂർണ്ണ നടനാണ് താനെന്ന് തെളിയിച്ച മഹാനാണ് മോഹൻലാൽ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മോഹൻലാൽ ഇതിഹാസതുല്യനായ നടനെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും വ്യക്തമാക്കി. സിനിമ തന്റെ ആത്മാവിന്റെ സ്പന്ദനമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. कर्तव्य के साथ स्वागत करें पद्मश्री पद्म भूषण से सम्मानित हर दिल अजीज विलक्षण अभिनय प्रतिभा के धनी श्री मोहनलाल जी का। ये सम्मान श्री मोहनलाल जी को उनके शानदार योग മലയാള സിനിമയെ പുരസ്കാരങ്ങളുടെ പൂർണ്ണതയിലെത്തിച്ചാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം. Shri Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena and a great master of his craft. മോഹൻലാൽ തന്നെയായിരുന്നു 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയുടെ ആകർഷണം. മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയെ പുകഴ്ത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. उन्होंने कमल से कमलतम और कठोर से कठोरतम भावों को सहजता से प्रस्तुत किया है और द कंप्लीट एक्टर की उनकी छवि बनी है. മോഹൻലാൽ അതുല്യ പ്രതിഭയും ഉഗ്രൻ നടനുമാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകൾ. सबसे ज्यादा अप्लॉज होना चाहिए आज रियल ओजी मोहनलाल जी के लिए. तंगलुरु उग्रम एक्टरान ट्रू लेजेंड. गिव अ लाउड शाउट आउट
ഈ നിമിഷം എന്റെ മാത്രമല്ല, മലയാള സിനിമയുടെ കൂടിയാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ പറഞ്ഞു. കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് പുരസ്കാരമെന്നും തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്നും മോഹൻലാൽ പറഞ്ഞു. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. മലയാള സിനിമയിലൂടെ മോഹൻലാൽ കടന്നുവന്ന വഴികൾ ലഘുചിത്രമായി അവാർഡ് വേദിയിൽ അവതരിപ്പിച്ചു. दशकों से ज्यादा और लगभग 400 फिल्मों में आपने न सिर्फ मलयालम सिनेमा को समृद्ध किया. നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടികളും ഏറ്റുവാങ്ങി മലയാള സിനിമയുടെ തമ്പുരാൻ സിനിമായാത്ര തുടരട്ടെ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും ചേർന്ന് സ്വീകരിച്ചു. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിയും ഏറ്റുവാങ്ങി. സഹനടിക്കും സഹനടനുമുള്ള പുരസ്കാരങ്ങൾ ഉർവശിയും വിജയരാഘവനും സ്വീകരിച്ചു. उत्कृष्टता को सम्मानित करने के सुनहरे पलों की ओर बढ़ते हुए अब 71वें राष्ट्रीय फिल्म पुरस्कारों का वितरण प्रारंभ करते हैं. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും സ്വീകരിച്ചു. Delivers a powerhouse performance in Jawan, bringing to life a hero. Vikrant Massey awarded for 12th film for portraying with. ജവാനിലെ മികച്ച അഭിനയത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത്. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ വേഷമാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് സമ്മാനിച്ചു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയമാണ് റാണി മുഖർജിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. सर्वश्रेष्ठ अभिनेत्री का पुरस्कार ग्रहण करते हुए रानी मुखर्जी, जिन्हें फिल्म വനിതകൾ കൂടുതലായി ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നതിൽ രാഷ്ട്രപതി സന്തോഷം പങ്കുവച്ചു. फिल्म से जुड़ी ऐसी उत्कृष्ट महिला प्रतिभाओं को पर्याप्त मान्यता मिलनी चाहिए. जूरी के सेंट्रल पैनल और रीजनल पैनल्स में भी महिलाओं का समुचित प्रतिनिधित्व होना चाहिए. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും ഏറ്റുവാങ്ങി. ഉള്ളൊഴുക്ക് തന്നെയാണ് മികച്ച മലയാള ചിത്രവും. കൂടുതൽ ആശയങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സിനിമകൾ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. There were 1 lakh plus participants from 100 plus countries, 140 sessions, 3,000 plus B2B meets. Earlier our creators used to go abroad. Now the world is coming to India. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ് തോസൻ സ്വീകരിച്ചു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ദി കേരള സ്റ്റോറിക്കായിരുന്നു. മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം മിഥുൻ മുരളി ഏറ്റുവാങ്ങി. മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നെഗൽ സംവിധാനം ചെയ്ത MK രാംദാസ് സ്വീകരിച്ചു. Portrayal of a tribal farmer as a dedicated guardian of heritage farming, highlighting his unwavering commitment and. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യത്തിന് മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. സമഗ്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ LDFും UDFും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തിരുന്നു. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIRൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള
ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ എത്തിക്കുന്നതിന് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നൽകിയിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേർക്കും മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റ് അനുസരിച്ച് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉചിതമായിട്ടുള്ള തീരുമാനം രണ്ട് ഭാഗത്തു നിന്നുണ്ടാകും. SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തി. പരിഷ്കരണത്തിന് 2002 വോട്ടർ പട്ടിക ആധാരമാക്കുന്നതിനെയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാനും ഇരു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ് ഇനി അറിയേണ്ടത്. ഇലക്ഷൻ കമ്മീഷനെ രാഷ്ട്രീയ ചട്ടുകമായാണ് BJP ഉപയോഗിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നാടിൻ്റെ ഒരു അനുഭവം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുള്ള രീതിയാണ്. അർഹരായ വോട്ടർ പട്ടികയിലുള്ളവർ പുറന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല, പുതിയ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ പ്രതികാരത്തോടുകൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അത്തരമൊരു സന്ദർഭത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ പരിഷ്കരണ നടപടി നിർത്തിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ മതനിരപേക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നിലപാടെടുത്തതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. കമ്മീഷൻ ഇത്തരത്തിലൊരു നിലപാട് അതുകൊണ്ടാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം ആലോചിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഈ പാർട്ടികളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, BJP ഒഴികെ. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ ഇത്തരം നിലപാട് എടുത്തത്. ആലോചിക്കാവുന്നതാണ്. H1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിയ അമേരിക്കൻ നടപടിയിൽ ഇളവുകൾ വരുന്നു. ഡോക്ടർമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഇളവ് നൽകാനാണ് നിലവിൽ ആലോചന. H1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയ നടപടിക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് നേരിയ തോതിലെങ്കിലും ഇളവ് വരുത്താൻ അമേരിക്ക തയ്യാറെടുത്തത്. സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായാണ് അമേരിക്ക വിസയുടെ നിരക്ക് $1 ലക്ഷം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഡോക്ടർമാർക്ക് ഇതിൽ ഇളവ് നൽകാനാണ് തീരുമാനം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചില വിഭാഗങ്ങൾക്കു കൂടി ഇളവ് നൽകിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ടൈലർ റോജർ പറഞ്ഞു. ചില മേഖലകളിൽ അതീവ വൈദഗ്ധ്യമുള്ളവരെ ഉയർന്ന ഫീസ് നിരക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിസ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇളവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്ന് S ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് S ജയശങ്കർ അമേരിക്ക സന്ദർശിച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ചൈനയും ഇന്ത്യയും യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN-ന് പ്രസക്തിയില്ലെന്നും ലോകത്തിന് നേതൃത്വം നൽകേണ്ടത് അമേരിക്കയാണെന്നും ട്രംപ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു. 7 മാസങ്ങളിൽ 7 യുദ്ധം അവസാനിപ്പിച്ചെന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദം ഉന്നയിച്ചു. Now is how many more lives will be needlessly lost on both sides. China and India are the primary funders of the ongoing war by continuing to purchase Russian oil. But inexcusably, even NATO countries have not cut off much Russian energy and Russian energy products, which, as you know, I found out about 2 weeks ago and I wasn't happy. Think of it. സംസ്ഥാനത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനൊരുങ്ങി CPM. തിരുവനന്തപുരത്തും കോഴിക്കോടും സമ്മേളനം നടത്തും. സെപ്റ്റംബർ 21, ഒക്ടോബർ 2 തീയതികളിലാണ് സമ്മേളനം. പലസ്തീൻ അംബാസിഡർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാരും CPM-ഉം പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി മുന്നോട്ടു പോകുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമാണ് സമ്മേളനം നടക്കുക.
ഈ മാസം 29-നാണ് തിരുവനന്തപുരത്തെ സമ്മേളനം. കേരള മീഡിയ അക്കാദമിയാണ് തലസ്ഥാനത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ സംഘാടകർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പലസ്തീൻ അംബാസിഡർ മുഖ്യ അതിഥിയായിരിക്കും. ഒക്ടോബർ 2-ന് കോഴിക്കോട്ടും ഐക്യദാർഢ്യ സമ്മേളനം നടക്കും. CPM ആണ് കോഴിക്കോട്ടെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതേസമയം ഈ മാസം 25-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ മുസ്ലിം ലീഗും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ സദസ്സിലും പലസ്തീൻ അംബാസിഡർ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കവേ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് MBBS സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച ആരോഗ്യ സർവകലാശാല 500 MBBS സീറ്റുകൾ കൂടി അധികമായി അനുവദിച്ചു. സംസ്ഥാനത്തെ 7 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായാണ് 500 സീറ്റുകൾ അധികമായി അനുവദിച്ചത്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയാണ് സീറ്റുകൾ ഉയർത്തിയത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, മലബാർ മെഡിക്കൽ കോളേജ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, അൽ അസർ മെഡിക്കൽ കോളേജ്, SUT, PK ദാസ് മെഡിക്കൽ കോളേജ്, കേരള മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ 100 മെഡിക്കൽ സീറ്റുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അധികമായി അനുവദിച്ചിരുന്നു. ഇതോടെ ഈ അക്കാദമിക് വർഷം സംസ്ഥാനത്തെ മെഡിക്കൽ സീറ്റുകളിൽ 600 സീറ്റുകൾ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ 600 വിദ്യാർത്ഥികൾക്ക് കൂടി കേരളത്തിൽ MBBS പഠിക്കാൻ സാധിക്കും. ഇതോടെ സംസ്ഥാനത്തെ ആകെ MBBS സീറ്റുകളുടെ എണ്ണം 5155 ഉയർന്നു. ഈ വർഷം എൻട്രൻസ് പരീക്ഷ എഴുതിയവർക്ക് ഈ അധിക സീറ്റുകളിൽ പ്രവേശനം നേടാനാകും. അമൃത ന്യൂസ്, തൃശൂർ. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ എന്നിവ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGMCTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരസ്യ പ്രതിഷേധം നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം OP നിർത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ, പുതിയ മെഡിക്കൽ കോളേജിൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലെ താമസം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ സംഘടനയായ KGMCTയെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കരിദിനമായി ആചരിച്ചതിന് ശേഷം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും DME ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മറ്റു മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരെ താൽക്കാലികമായി സ്ഥലം മാറ്റിയാണ് വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി വാങ്ങിയെടുത്തതെന്നും ഇവർ പറയുന്നു. 4.25 വർഷത്തെ ശമ്പള കുടിശ്ശികയും തങ്ങൾക്ക് ലഭിക്കാനുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വിദ്യാർത്ഥികൾ അവരാണ് ഭാവി. ഈ നമ്മളിവിടെ ഇറക്കി വിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, കോന്നിയിലാകെ ഒരു പെത്തോളജി അസോസിയേറ്റ് പ്രൊഫസർ മാത്രമാണ്. നമുക്കറിയാം നമ്മളേക്ക് എത്ര പെത്തോളജി പ്രൊഫസറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൊഫസർമാരും 2 സീനിയർ റെസിഡന്റുമാരെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അവർ എന്ത് പഠിപ്പിക്കാനാണുള്ളത്? അനാറ്റമി, ഫിസിയോളജിയും 2 പേരെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ 50 പേരെ അവിടെ വയനാട്, കാസർഗോഡ് ഇപ്പോൾ അഡ്മിഷൻ കൊടുത്തിരിക്കുകയാണ്. അവരാര് പഠിപ്പിക്കും? അവരേത് രോഗികളെ കണ്ടുപിടിക്കും? അപ്പോൾ ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാകും. അപ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പോരാ. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം OP നിർത്തിവെച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് KGMCTയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ മുൻകൂർ ജാമ്യം തേടി 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന്റെയും 2-ാം പ്രതി KM ഷാജഹാന്റെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. ഇന്ന് രാവിലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനും KM ഷാജഹാനും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. അധിക്ഷേപ പരാമർശമുള്ള പോസ്റ്റ് ഇട്ടത് ഈ ഫോണുകളിൽ നിന്നാണോ എന്ന് പരിശോധിക്കാൻ ഇവ സൈബർ ഫോറൻസിക് സംഘത്തിന് കൈമാറും. പറവൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് KM ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഇന്ന് രാവിലെ ഷാജഹാനെതിരെ വീടിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. അതേസമയം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും ആലോചനയുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെ 3-ാം പ്രതിയാക്കിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി 100-ലധികം പ്രൊഫൈലുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലെത്തും. സൗഹൃദ മത്സരത്തിൽ ഓസ്ട്രേലിയ എതിരാളികളാകുമെന്നാണ്
സൂചന. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാനേജർ കൊച്ചിയിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. 30 ദിവസത്തിനുള്ളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുമെന്ന് കായികമന്ത്രി അറിയിച്ചു. മെസ്സിയുടെയും ടീമിന്റെയും കേരള സന്ദർശനത്തിന്റെ ഭാഗമായി റവന്യൂ മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചിയിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. നിലവിലെ സൗകര്യങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും നവംബറിൽ ടീം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കായികമന്ത്രി അബ്ദുറഹ്മാനും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു അഷ്റഫ് അലിക്കുമൊപ്പമാണ് ഹെക്ടർ കലൂർ നെഹ്റു സ്റ്റേഡിയം സന്ദർശിച്ചത്. 30 ദിവസത്തിനുള്ളിൽ അർജന്റീന ടീമിനെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്ക് പ്രിയതാരം മെസ്സിയെ കാണാനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ടിക്കറ്റ് എടുത്ത് കളി കാണലിനപ്പുറം നമ്മുടെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് മെസ്സിയെ കാണാനുള്ള അവസരം സർക്കാർ ഒരുക്കും. അതൊരു ഫാൻ മീറ്റ് നടത്തി എല്ലാവർക്കും, കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ മെസ്സിയെ കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യും. കൊച്ചിയിൽ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ഓസ്ട്രേലിയ എതിരാളികളാകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിന്നീട് നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. കാസർഗോഡ് ജില്ലാ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീം സെലക്ഷനിൽ ക്രമക്കേട് ആരോപിച്ച് കളക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം പരാതി നൽകി ഫുട്ബോൾ താരമായ മുഹമ്മദ് റഫീഖ്. 17-കാരനായ മുഹമ്മദ് റഫീഖ് FC കൊച്ചിൻ താരമാണ്. മൊഗ്രാൽ ഗവൺമെന്റ് സ്കൂൾ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് റഫീഖ് കുമ്പള സബ് ജില്ലയിലെ ഫുട്ബോൾ താരമാണ്. ചെറുവത്തൂരിൽ വെച്ച് ജില്ലാ ടീം സെലക്ഷനായി നടത്തിയ മത്സരങ്ങളിൽ മുഴുവൻ സമയം കളിക്കുകയും മുഹമ്മദ് റഫീഖ് ഗോൾ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ടീം സെലക്ഷൻ നടന്നപ്പോൾ അതേ ടീമിലെ സെമിയിൽ പോലും കളിക്കാത്തവരും റിസർവ് താരങ്ങളുമായ വിദ്യാർത്ഥികളെയാണ് ജില്ലാ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുത്തുവെന്നാണ് പരാതി. വെറും 5 മിനിറ്റ് മാത്രം ഗ്രൗണ്ടിലിറങ്ങിയവരെ ജില്ലാ ടീമിലേക്ക് തെരഞ്ഞെടുത്തതായും പരാതിയിൽ പറയുന്നു. റഫീഖ് ഉൾപ്പെടെ മികച്ച 3 താരങ്ങളെ തഴഞ്ഞുകൊണ്ടാണ് ടീം സെലക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ, വിദ്യാഭ്യാസ മന്ത്രി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി. ഈ പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത് എൻ്റെ മകൻ്റെ ഏതായാലും ഇപ്രാവശ്യം സ്കൂളിലെ കഴിഞ്ഞ ഡിഗ്രിക്ക് പോകുന്നത്, ഇനി വരുന്ന തലമുറ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ ജില്ലയിലുണ്ട്, അവർക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ടീം സെലക്ഷനിൽ നിന്ന് മുഹമ്മദ് റഫീഖിനെ തഴഞ്ഞിരുന്നു. അന്ന് ജേഴ്സി നമ്പർ മാറിയെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം. എറണാകുളം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നടന്ന യൂത്ത് ലീഗ് മത്സരങ്ങളിൽ മലബാർ FC, യുണൈറ്റഡ് FC കൊച്ചിൻ എന്നിവയ്ക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ താരത്തിനാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമലാനിൽ പ്രസിഡന്റായിരുന്ന വലിയശാല ഫാം ആൻഡ് ടൂർ സഹകരണ സംഘം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും ക്രമക്കേടുകൾ നടന്നതായും സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. അനിൽകുമാറിന്റെ മരണത്തിലും സാമ്പത്തിക തട്ടിപ്പിലും കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിൽ സഹകരണ നിയമങ്ങൾ മറികടന്ന് ക്രമക്കേടുകൾ നടന്നതായാണ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വായ്പകൾ നൽകി. സംഘത്തിന് 14,14,086 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വലിയ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. കൂടുതൽ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ച് കമ്മീഷൻ നൽകിയതും സംഘത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അനിലിന്റെ ആത്മഹത്യയിൽ നിലവിൽ പൂജപ്പുര പോലീസാണ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ തുടർ അന്വേഷണങ്ങൾക്ക് കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. സഹകരണ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം സംഘം അന്വേഷിക്കും. അനിലിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ മൊഴികൾ രേഖപ്പെടുത്തും. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ മൊഴികളും രേഖപ്പെടുത്തും. അതിനിടെ മന്ത്രി MP രാജേഷ് തിരുമല അനിലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കട്ടെയെന്നും ഇടത് സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും സന്ദർശനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാവുമല്ലോ. പക്ഷേ ഇതൊരു ദാരുണമായ സംഭവമാണ്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെയോ സർക്കാരിനെയോ ഒന്നും വഴിയായിരുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞല്ലോ. അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറം ഞാനിപ്പോൾ പറയുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.